അങ്ങനെ ഞങ്ങൾ സ്കൈറീൽ എന്ന യാത്രാ ഗ്രൂപ്പ് സംഘടിപ്പിച്ച വിനോദ വിദേശയാത്ര ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും പുറപ്പെട്ട ഞങ്ങൾ ദൈവങ്ങളുടെ ദ്വീപ് എന്നറിയപ്പെടുന്ന ബാലിയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. ബാലിയുടെ തലസ്ഥാനമായ ഡെൻപസാറിലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ യാത്ര പുറപ്പെടുകയാണ്. ഇന്തോനേഷ്യ എന്ന രാജ്യത്തിൻ്റെ ഒരു പ്രവിശ്യയായ ദ്വീപ സമൂഹമാണ് ബാലി. വിശാലമായ വൃത്തിയുള്ള മനോഹരമായ വീതിയിലൂടെ ഞങ്ങൾ യാത്ര തുടരുകയാണ്. വഴിയുടെ ഇരുവശങ്ങളിലും മനോഹരമായ കാഴ്ചകൾ കാണാനുണ്ട്. പച്ചപിടിച്ച ഇടതൂർന്നു നിൽക്കുന്ന വൻ മരങ്ങൾ വഴിയുടെ ഇരുവശങ്ങളിലും വളർന്നു നിൽക്കുന്ന കാഴ്ച അതിമനോഹരമാണ്. ഇവിടെ വലതുഭാഗത്തായി ഒരു സ്റ്റാച്യു കാണുന്നുണ്ട്. ആ സ്റ്റാച്യു പൂർണ്ണമായും കണ്ട് ആസ്വദിക്കാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടില്ല. യാത്ര വീണ്ടും തുടരുകയാണ്. പുതിയ രാജ്യം, പുതിയ ദേശം, പുതിയ കാഴ്ചകൾ, പുതിയ സംസ്കാരം, ഇവ കണ്ട് ആസ്വദിച്ച് മുന്നേറുകയാണ്. ബാലി ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. സമാധാനത്തിൻ്റെ ദ്വീപ്, പ്രണയത്തിൻ്റെ ദ്വീപ്, ഹൈന്ദവ ദ്വീപ് എന്നൊക്കെ വിളിപ്പേരുണ്ടത്രേ. നമ്മുടെ പ്രമുഖ സാഹിത്യകാരനായിരുന്ന എസ്.കെ. പൊറ്റക്കാട് ഈ ബാലി ദ്വീപ് സന്ദർശിച്ച് എഴുതിയ ബാലി ദ്വീപ് എന്ന യാത്രാവിവരണം വളരെ പ്രസിദ്ധമാണല്ലോ. മുസ്ലിം ഭൂരിപക്ഷ രാഷ്ട്രമാണ് ഇന്തോനേഷ്യ. എന്നാൽ ഇന്തോനേഷ്യയിലെ ഒരു പ്രവിശ്യയായ ദ്വീപ സമൂഹമായ ബാലി 1000 ക്ഷേത്രങ്ങളുടെ നാട് എന്ന് അറിയപ്പെടുന്നു. പുതിയ കാഴ്ചകൾ കണ്ട്, പുതിയ ആചാരങ്ങൾ കണ്ട് യാത്ര ചെയ്യുമ്പോൾ വഴിയോര കാഴ്ചകളെല്ലാം കണ്ട് ആസ്വദിക്കുക എന്നുള്ളത് പരമപ്രധാനമാണല്ലോ. എല്ലാ കാഴ്ചകളും നമുക്ക് പുതുമ നിറഞ്ഞതാണ്. വളരെ മനോഹരമായ വൃത്തിയുള്ള നഗരവീഥിയിലൂടെ യാത്ര തുടരുകയാണ്. പുതിയ കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് നിങ്ങൾ മുന്നേറുകയാണ്. ഈ യാത്രകൾക്കിടയിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു പ്രധാന കാര്യം, ശബ്ദമലിനീകരണം സൃഷ്ടിക്കുന്ന വാഹനങ്ങളുടെ ഹോണുകൾ വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമേ ശബ്ദിക്കുന്നതായി അറിഞ്ഞുള്ളൂ. അത് ഒരു പ്രധാന പ്രത്യേകതയായി ഇവിടെ അനുഭവപ്പെട്ടു.
പാരമ്പര്യ കലകളാലും ശില്പ ചാതുര്യത്താലും സമ്പന്നമായ നാടാണ് ബാലി. യാത്രക്കിടയിൽ ഭക്ഷണത്തിനും വിശ്രമത്തിനും വേണ്ടി ഞങ്ങൾ ഇറങ്ങി. വളരെ സംതൃപ്തിയോടെ ഭക്ഷണം കഴിച്ച് രുചികരമായ ഭക്ഷണം ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും വാഹനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കുറച്ച് സമയത്തെ യാത്രയ്ക്കൊടുവിൽ ഞങ്ങൾക്ക് വിശ്രമത്തിനും താമസത്തിനും വേണ്ടി ഒരുക്കിയിട്ടുള്ള ഹോട്ടലിൽ എത്തിച്ചേർന്നിരിക്കുന്നു. J4 ഹോട്ടൽ എന്നാണ് ഞങ്ങൾക്ക് താമസത്തിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഹോട്ടലിൻ്റെ പേര്. ലോബിയിൽ ഇരുന്നുകൊണ്ട് യാത്രക്കാർ കുശലാന്വേഷണം നടത്തുന്നുണ്ട്.